ചിലപ്പോ സംഗതി സക്സസ് ആവും. കോടതിയിൽ ഹാജരാക്കാനാണ് സർ? അല്ല, ഞാൻ സിഎയോട്ട് സംസാരിച്ചു. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജഡ്ജി നാളെ രാവിലെ തിരിച്ചെത്തും. വന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹാജരാക്കി ജാമ്യത്തിലെടുക്കാനാണ് പ്ലാൻ. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് സംസാരിക്കാനാണ് നിങ്ങളോട് ഉടനെ തന്നെ വരാൻ പറഞ്ഞത്. എന്താ സർ? പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ചെങ്കൽ മധുവിന് വേണ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. സിഎയുടെ ഈ പ്ലാൻ എങ്ങനെയോ ലീക്കായി. ജാമ്യം കിട്ടി അനൂപ് പുറത്തിറങ്ങിയാൽ അവിടെ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ പദ്ധതി. പോലീസുകാരുള്ളപ്പോൾ തന്നെ ഒരു ജഡ്ജിയുടെ വീടിന്റെ മുൻപിൽ വെച്ച് അനൂപിനെ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ പദ്ധതി എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ജഡ്ജിന്റെ മുമ്പിൽ വെച്ച് അവരതിന് തയ്യാറാവോ സർ? ആ ക്രിമിനൽസ് എന്തും ചെയ്യും സച്ചേട്ടാ. നമ്മളിനി എന്ത് ചെയ്യും സർ? ആ സിഐക്ക് ചെങ്കൽ മധുവിനോട് എന്തോ വിരോധമുള്ളതുകൊണ്ടാണ് അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ അയാളുടെ ചുറ്റിലുള്ള ആളുകളെല്ലാം ചെങ്കൽ മധുവിന്റെ പണം പറ്റുന്നവരാ. സിഐയുടെ പദ്ധതി പൊളിച്ചതും അപ്പൊ അവരായിരിക്കും അല്ലേ സർ? പിന്നല്ലാതെ. സിഐ ഇല്ലാത്ത രാത്രി പോലീസ് സ്റ്റേഷനിൽ കടന്നു വന്ന് അനൂപിനെ ഉപദ്രവിക്കാനുള്ള ധൈര്യം മധു കാണിച്ചത് പോലീസുകാരുടെ സഹായം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ അനൂപിനെ തട്ടിക്കൊണ്ടുപോകാനോ കൊലപ്പെടുത്താനോ പോലീസുകാർ അയാളെ സഹായിക്കും. എന്തായാലും ജഡ്ജിയുടെ വീടിന് മുന്നിൽ വെച്ച് അവരതിന് ശ്രമിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാ. ചെങ്കൽ മധുവിന്റെ ആളുകളെ മറികടന്ന് അവരുടെ പദ്ധതികൾ പൊളിച്ച് അവിടെ നിന്ന് അനൂപിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നാളെ അനൂപിനെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുവേണം നിങ്ങൾ തന്നെ പറയൂ. ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് സർ. എന്തൊക്കെ സംഭവിച്ചാലും ചെങ്കൽ മധുവിന്റെ ആളുകൾക്ക് അനൂപേട്ടനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അനൂപേട്ടനെ ഞങ്ങൾ രക്ഷിക്കും. സാറ് ധൈര്യമായിട്ട് ജാമ്യം എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ജാമ്യം കിട്ടിയാൽ ഉടനെ അനൂപേട്ടനെ അവിടുന്ന് മാറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.